കേറിവാടാ മക്കളയിൽ ഇതാ മൂന്നാമത്തെ ചോദ്യം. ഒരു വീഡിയോ കാണാം. ഇനിയും ഫോൺ റിപ്പയർ ചെയ്ത് തീർന്നില്ലേ? ഫോണിലല്ല കുഴപ്പം. അത് നേരത്തെ അറിഞ്ഞൂടായിരുന്നോ? സോറി, പോസ്റ്റില്ല. എന്താ നിങ്ങളുടെ കയ്യിൽ? ഒന്നുമില്ല. നിന്നെ കണ്ടിട്ട് എന്തോ ഒരു കള്ള ലക്ഷണം. അയ്യേ, ഞാൻ വളരെ ഡീസന്റ് ആണ്. അയ്യേ, നീ ഇവിടെ എന്തെങ്കിലും എടുത്തോ? കൈ കാണിക്കട്ടെ. എന്റെ മാനസികാവസ്ഥ. കാണിക്ക. കൈ. ഞാൻ ഇങ്ങോട്ട് തിരി. സമ്മതിക്കില്ല. ഇങ്ങോട്ട് തിരി. പ്ലീസ് ഞാൻ പ്ലീസ് നോക്കട്ടെ. പ്ലീസ്. അയ്യേ, ആ, അയ്യോ, ഞാനൊന്ന് അയ്യേ. കാണട്ടെ. അയ്യേ, ഇങ്ങോട്ട് തിരി. ഞാൻ കാണിക്കില്ല. ഇങ്ങോട്ട് ഗുഡ് തിരി. ഞാൻ നൈറ്റ്. നോക്കട്ടെ. വൗ! ചോദ്യം: ഈ രംഗത്തിൽ നായിക ഇട്ടിരിക്കുന്ന ഷാളിന്റെ നിറമെന്താണ്? എ ചുവപ്പ്, ബി മഞ്ഞ, സി വെള്ള. ഇരുട്ടായതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ചില്ല. എന്നാ പോലും കളർഫുൾ ആയിരുന്നില്ല. അപ്പൊ അതെന്റെ എന്റെ നോട്ടത്തിൽ അത് വെള്ളയാകാനാണ് സാധ്യത. സി അല്ലേ ഇത്? സി. എനിക്കറിഞ്ഞൂടാ. സി സി. ഒരു മഞ്ഞ പോലെ എനിക്ക് തോന്നി. ഇല്ല, എനിക്ക് തോന്നിയത് വെള്ളയായിട്ടാണ് തോന്നിയത്. അപ്പൊ സി വെള്ള. എന്തായാലും കാശ് കിട്ടുന്ന കാര്യമല്ലേ? അതെ. കറക്റ്റായിട്ട് പോരട്ടെ. സി വെള്ള ഞാൻ എടുത്തിട്ട് പൂട്ടി. ഓക്കെ. ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ, ഒരു കുസൃതി ചോദ്യം. 1000 കാലുള്ള ഒരട്ട ഒരു വളവ് തിരിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ എത്ര കാല് കാണും? 1000 കാലുള്ള അട്ട വളവ് തിരിയുന്നു. വളവ് തിരിയുന്നു. അപ്പൊ എത്ര കാല്? എത്ര കാലുണ്ട്? 1000 ഉണ്ടോ അതോ 5-6 പോവോ? അതെങ്ങനെ കാല് പോകുന്നത്? അല്ല, വളവ് തിരിയുമ്പോഴേ. കുസൃതി ചോദ്യാന്ന് മനസ്സിലായി. അപ്പൊ എന്തെങ്കിലും അങ്ങനത്തെ ഒരു മറുപടി തന്നെ വേണം. അതെ. കിട്ടൂല. കിട്ടുന്നില്ല. 999. അതെങ്ങനെ? ഒന്ന് എവിടെ പോയി? ഒന്ന് സിഗിലിടണ വളവ് തിരിയല്ലേ? സിഗിലിടണ്ടേ? നമ്മുടെ ക്ലച്ച് താത്ത. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഒന്ന് കൈ കാണിക്കാൻ വേണ്ടി. സി വെള്ള എന്നാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. അതെ. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ, യു വൺ 2000 റുപ്പീസ്. 6000 രൂപ സമ്മാനമായി എത്തിച്ചേർന്ന് കഴിഞ്ഞു. ഓക്കെ. അതാണല്ലോ ഇതിന്റെ ഒരു ഇത്. കേറിവാടാ മക്കളയിൽ നാലാമത്തെ ചോദ്യം കേൾക്കാം. സിനിമയിലെ നായികയായ ഗാഥ ഓഫീസിൽ എത്ര രൂപയ്ക്കാണ് ജോലി ചെയ്യുന്നത്? എ 300, ബി 550, സി 400. തുച്ഛമായ ശമ്പളമായിരുന്നു. അപ്പോൾ അത് നമുക്ക് കുറച്ച് തന്നെ പിടിക്കാം. ഒരു 300 രൂപയിൽ പിടിക്കാം. എ 300. ഓക്കെ. ഞാൻ എ 300 ഞാൻ എടുത്തിട്ട് പൂട്ടി. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. മോഹൻലാലിനെ വെച്ചാണല്ലോ ആദ്യത്തെ പടം അതെ നിർമ്മിക്കുന്നത്. ഇപ്പം മോഹൻലാലുമായിട്ട് എങ്ങനെയാണ്? വളരെ നല്ല സൗഹൃദമല്ലേ? കാരണം ഈ അടുത്ത കാലത്ത്, കഴിഞ്ഞ കൊറോണയൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പാണ് മോഹൻലാലിന്റെ അച്ഛനായിട്ടൊരു വേഷം ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ബിഗ് ബ്രദർ. അതിനകത്ത് ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പാട്ടിൽ ഞാൻ ഉണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെ ആ ഒരു സിനിമയിൽ 43 ദിവസം ഞാൻ ആ ലൊക്കേഷനിലുണ്ടായിരുന്നു. എനിക്കൊന്ന് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മോഹൻലാൽ ഞാൻ പരിചയപ്പെട്ടിട്ട് 40 വർഷത്തോളമായി. ഈ 40 വർഷം കഴിഞ്ഞ് ഇത്രയും ദിവസം മോഹൻലാലിലൂടെ കിരീടത്തിന് പോലും അന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടില്ല. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് ഒരുമിച്ചിരിക്കാൻ ഭാഗ്യം കിട്ടി. അന്ന് ഞങ്ങളുടെ സൗഹൃദവും പഴയ കാര്യങ്ങളും, പിന്നെ ലാൽ ഇന്നൊരു വേറെ വ്യക്തിയാണല്ലോ. കാരണം അന്ന് പരിചയപ്പെട്ട മോഹൻലാലല്ല, എന്നാൽ പോലും നമ്മളെ സംബന്ധിച്ച് പഴയ ലാല് തന്നെയാണ്. അപ്പോൾ ഒരു രസകരമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അന്നവിടെ. ഇനി ലാലിനെ വെച്ചൊരു പടം മനസ്സിലാഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് സാധിക്കുമെന്ന് എനിക്കറിയാം. മോഹൻലാലിൻ്റെ തിരക്ക് നമുക്കറിയാം. മോഹൻലാൽ ഇന്ന് ഇപ്പോൾ കേരളത്തിൻ്റെ മാത്രം അഹങ്കാരമല്ല, ഇന്ത്യയുടെ ഇന്റർനാഷണലുമായിട്ടും ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് നമുക്ക് മലയാളികൾക്കുള്ളതാണ്. ഓക്കെ. അപ്പോൾ എ 300 ഉത്തരം നൽകിയിരിക്കുന്നത്. എ 300 ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻ. 8000 രൂപ ഇതാ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. താങ്ക് യു. ഞാൻ വെച്ച് 300 പറഞ്ഞുകൊണ്ട് ഇനി 300 ആണോ ഇടാൻ പോണേന്ന്. അപ്പോൾ എനിക്കറിയാം ഫാമിലിയെ കുറിച്ച്. അതെ. പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് വ്യക്തമാക്കിയാലോ? എൻ്റെ വൈഫ് ഒരു പ്ലേ സ്കൂളിലെ ടീച്ചറാണ്. ഇത് ട്രിവാൻഡ്രത്തുള്ള ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂളിലെ പ്ലേ സ്കൂൾ വിങ്ങിലെ ടീച്ചറാണ്.
പിന്നെ എനിക്ക് 2 മക്കളാണ്, 2 ആൺമക്കളാണ്. ഒരാൾ രോഹിത്, രണ്ടാമത്തെ ആൾ രൂപേഷ്. മൂത്ത ആൾ ജേർണലിസം കഴിഞ്ഞ് ഹീസ് ഇൻ ചെന്നൈ, ഹീസ് എൻ എഡിറ്റർ ഇൻ എ പബ്ലിഷിംഗ് ഹൗസ്. ആൻഡ് രണ്ടാമത്തെ ആൾ അവന് ഹോട്ടൽ മാനേജ്മെൻറ്റ് താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് അത് പഠിച്ചു. പക്ഷേ ഇപ്പോൾ ചെയ്യുന്ന ജോലി അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ അവൻ IT ഫീൽഡിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുക. ആൻഡ് 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. അല്ല, രണ്ടാമത്തെ ആൾക്ക് ഒരു കൊച്ചുമായി. അങ്ങനെ ഒരു അപ്പൂപ്പനാണ് മുമ്പിലിരിക്കുന്നത്. അല്ല, കാലം പോയത് നമ്മൾ അറിയുന്നില്ല. സമയം പോകുന്ന അറിയുന്നില്ല. എത്ര 1989 അല്ലേ കിരീടം? 89 ആണ് കിരീടം. പക്ഷെ നമുക്ക് അതിനു മുമ്പേ പരിചയം ഉണ്ടായിരുന്നു. അതിനു മുമ്പേ പരിചയമുണ്ട്. എത്ര എന്റെ 89 എന്ന് പറയുമ്പോൾ തന്നെ 32 വർഷമായി. അതിനു മുമ്പ്. അതെ. ഞാനിപ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അതായത് നമ്മൾ ഈ പിന്നെ വെള്ളയമ്പലവും അതുപോലെ കവടിയാറും അവിടെ പിന്നെ നമ്മുടെ തൈക്കാട് മേടയിൽ വീടും, അതെ, ആർട്സ് കോളേജും, അതെ, വിമൻസ് കോളേജും, അതൊക്കെ കൂടുതൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അല്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ഈ കിളവന്മാര് രണ്ടുപേരും കൂടി ഇരുന്ന് പഴയ കാലങ്ങള് ഇങ്ങനെ അയവറക്കുക എന്ന് പറയും. എന്നാലും അതൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ നാച്ചുറലി അതൊക്കെ വന്നു പോകുന്ന ടോപ്പിക്സ് ആണ്. പിന്നെ കൂടുതലും ഞങ്ങൾ പറയാത്തതെന്ന് പറഞ്ഞാൽ എല്ലാം കുഴപ്പങ്ങളെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നല്ലത് പറയാനൊന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിന് നല്ലത് പറയാനൊന്നുമില്ല. അതെ. ഇപ്പം നമ്മുടെ കൂട്ടുകാർ എല്ലാവരും വന്നു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ദ്വയാർത്ഥം അതിനകത്ത് കാണും. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് സോറി, ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കാലം. അതെ. ആ കാലമൊക്കെ എന്ന് വേണമെങ്കിൽ തിരിച്ചു വരാം. അതെ. അപ്പോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ 5th ക്വസ്റ്റ്യൻ ഇതാ, ശ്രദ്ധിക്കും. സുകുമാരി ചെയ്ത കഥാപാത്രത്തിൻ്റെ മകനാണ് എന്ന് അവകാശപ്പെട്ടു വരുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതാരാണ്? A. കുതിരോട്ടം പപ്പു, B. കുഞ്ചൻ, C. ഔർ ഇന്നസെന്റ്. അതിന് വലിയ ടൈമൊന്നും വേണ്ട. കാരണം ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഈ ക്വസ്റ്റ്യനുള്ള മറുപടി അപ്പം തന്നെ വന്നു കഴിഞ്ഞു. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കുതിരോട്ടം പപ്പുവാണ്. A. കുതിരവട്ടം പപ്പു. ഞാൻ എടുത്തിട്ട് പൂട്ടി. എനിക്ക് വലിയ ഇഷ്ടമുള്ള, ധൈര്യമായിട്ട് പൂട്ടാം. അപ്പോൾ എനിക്കതിന് പറയാനുള്ളത്, എനിക്ക് തോന്നുന്ന ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു. അന്ന് 1 വർഷം ഓടിയ സിനിമയാണ്. അതിനുശേഷം ഏറ്റവും പ്രതീക്ഷയോടെ ജനം കാത്തിരുന്ന ഒരു സിനിമയാണ്. അതേ കോമ്പിനേഷനിൽ, സെയിം പ്രൊഡ്യൂസർ, സെയിം ഡയറക്ടർ, സെയിം മോഹൻലാൽ, ആ ഒരു ഗ്യാങ്. ആ സിനിമ വന്നപ്പോഴും എനിക്ക് തോന്നുന്നു ആ ഒരു 99% വരെ ആ സിനിമ സൂപ്പറായിരുന്നു. ആ ക്ലൈമാക്സിനെ പറ്റിയാണ് ചെറിയൊരു ഡിഫറൻസ് ഒപ്പീനിയൻ ആ സിനിമയിൽ വന്നത്. പക്ഷെ എന്നാൽ പോലും ആ സിനിമയിലുണ്ടായിരുന്ന ഹ്യൂമർ എലിമെന്റ് അതാരും മറക്കുന്ന. അപ്പം അതുകൊണ്ട് ഈ കുതിരോട്ടം പപ്പുവിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം A. കുതിരവട്ടം പപ്പു. യെസ്, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, യു ഗോട്ട് 10,000 rupees അക്കൗണ്ടിൽ ഇതാ എത്തിച്ചേർന്ന് കഴിഞ്ഞു. ഓക്കെ.